ബിഗ് ബോസ് നമ്മൾ സീസൺ 8ന്റെ അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പം നമ്മുടെ 13ാമത്തെ ആഴ്ച തീരാൻ പോകുകയാണ്. അപ്പൊ ഈ ഒരാഴ്ച പുറത്തേക്ക് ആരാകും എന്നതിനെ കുറിച്ച് അറിയാൻ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ടിക്കറ്റ് ടു ഫിനാലെ വീക്ക് കൂടിയായിരുന്നു. ഒരാൾ ഡയറക്റ്റ് ഫിനാലെ വീക്കിലേക്ക് എത്തും. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞു. നമ്മുടെ ഫിനാലെ വീക്കിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ടിക്കറ്റ് ടു ഫിനാലെ TTF വിന്നറായിട്ട് റയാൻ വന്നിരിക്കുകയാണ്. അപ്പൊ റയാനും ഈ പറയുന്ന നോമിനേഷനിലുണ്ട്. അപ്പം റയാൻ ഓൾറെഡി ഫിനാലെ വീക്കിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ ഒരു റയാന്റെ ടിക്കറ്റ് ടു ഫിനാലെ വിന്നിംഗ് മൊമെന്റ്സ് മറ്റു പല കണ്ടസ്റ്റൻസും അല്ലെങ്കിൽ വോട്ടിങ്ങിൽ കാര്യമായിട്ടുള്ള ട്വിസ്റ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ആരാകും പുറത്തേക്ക് പോകുന്നത് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞ അല്ലെങ്കിൽ ഇത്രയും ദിവസം ഇത്രയും ആഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വോട്ടിങ്ങിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ട്വിസ്റ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. വോട്ടിങ്ങിൽ കാര്യമായ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഈ ഒരാഴ്ച മൊത്തം 10 പേരുള്ള കണ്ടസ്റ്റൻസിൽ 8 പേരും നോമിനേഷനിൽ ഉണ്ടായിരുന്ന സൗന്ദര്യയും മുത്തുവും മാത്രമാണ് നോമിനേഷനിൽ ഇല്ലാതെ ഇരുന്നിരുന്നത്. ഇവരുടെ വോട്ടുകൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യപ്പെടും എന്നതിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഇവരുടെ വോട്ടുകൾ ആളിലേക്ക് പോയി കഴിഞ്ഞാൽ പല കണ്ടസ്റ്റൻസും ചിലപ്പോൾ നല്ല കണ്ടസ്റ്റൻസ് പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. സേഫ് പ്ലേ ആയിട്ടൊക്കെ ഇരിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ അടുത്ത ഒരു ആഴ്ചയിലേക്ക് കയറി പോകാൻ സേവായി പോകാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ദീപക്, റയാൻ, റാണവ്, വിശാൽ, ജാക്കലിൻ, പവിത്ര, അരുൺ, മഞ്ജരി എന്നിവരായിരുന്നു ഈ ഒരാഴ്ച അല്ലെന്നുണ്ടെങ്കിൽ 13ാമത്തെ ആഴ്ചയിൽ നോമിനേഷനിൽ ഉണ്ടായിരുന്ന 8 പേർ. അതിൽ നമുക്ക് ഒരു പരിധി വരെ അൺഒഫീഷ്യൽ പോളുകളാണെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ദീപക്, റാണവ് എന്നിവരൊക്കെ ഒരു പരിധി വരെ സേഫ് സോണിലാണ്. റാണവിനെയൊക്കെ എന്തിനാണ് അവിടെ നിലനിർത്തിയിരിക്കുന്നതെന്ന് അറിയത്തില്ല. ആരാണ് വോട്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. കാരണം പ്രത്യേകിച്ച് ഒരു കണ്ടന്റും കൊടുക്കത്തില്ല. ഫിസിക്കലി ഇഞ്ചേർഡ് കൂടിയായിട്ടുള്ള ഒരു പേഴ്സണെ നിലനിർത്തി PR വർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിലും പിന്നെ പ്രേക്ഷകരൊക്കെ വോട്ട് ചെയ്യുന്നുണ്ടോ, അത് ഏത് രീതിയിലാണ് റാണവിന് വോട്ട് വരുന്നതെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും റാണവിനൊക്കെ വോട്ട് വരുന്നുണ്ട്. റാണവും ഈ പറയുന്ന ഒരു സേഫ് സോണിലേക്ക് നിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ വിന്നർ ആയതോടുകൂടി അല്ലെങ്കിൽ ടിക്കറ്റ് ടു ഫിനാലയിലെ മികച്ച പെർഫോമൻസ് റയാന് നല്ല രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ഒരു എന്താ പറയുക ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വോട്ടുകൾ റയാന് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരാഴ്ച തുടങ്ങുന്ന സമയത്തൊക്കെ ഏറ്റവും ലീസ്റ്റ് വോട്ടിങ്ങിൽ നിന്നിരുന്ന റയാനൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ വോട്ടിംഗ്, അതായത് ഈ ഒരാഴ്ച സേവ് ഓൾറെഡി ടിക്കറ്റ് ടു ഫിനാലെ വിന്നർ ആയതുകൂടി സേവ് ആയി കഴിഞ്ഞു. എന്നാൽ പോലും വോട്ടിങ്ങിലും മുൻനിരയിലേക്ക് റയാൻ വന്നിട്ടുണ്ട്. അപ്പൊ റയാൻ ഈ ഒരു TTF വിന്നർ ആയതോടുകൂടി മറ്റു പല കണ്ടസ്റ്റൻസിനും അതൊരു പ്രശ്നമായിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പം റയാനെ കൂടാതെ അടുത്തത് നമുക്ക് വിശാൽ ഒരു പരിധി വരെ സേവ്ഡ് ആണെന്ന് പറയാം. ജാക്കലിൻ ഒരു പരിധി വരെ സേവ്ഡ് ആണെന്ന് പറയാം. എന്നാലും ജാക്കലിനും ഈ പറഞ്ഞതുപോലെ ഒരു ഡേഞ്ചറസ് സോണിലേക്ക് അല്ലെങ്കിൽ ഈ ഒരാഴ്ചത്തെ ഹോട്ട് സീറ്റിൽ നിർത്താൻ പറ്റുന്ന ഒരു 4 കണ്ടസ്റ്റൻസിൽ നമുക്ക് ജാക്കലിനെ കൂടി ഉൾപ്പെടുത്താം. ജാക്കലിനൊക്കെ ടോപ്പിൽ ഉണ്ടായിരുന്നതായിരുന്നു. ഈ ഒരു 12ാമത്തെ ആഴ്ച വരെ നോമിനേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ടോപ്പ് 5 കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു വോട്ടിങ്ങിൽ. എന്നാൽ ഈ ഒരാഴ്ചത്തെ ഇവരുടെ പ്രകടനങ്ങളും ഇവരുടെ അഭിപ്രായങ്ങളും അവിടെ നടക്കുന്ന പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ടെസ്റ്റിംഗ് ചെയ്യുന്നതും പറഞ്ഞ കാര്യം തന്നെ അവർക്ക് ഫേവറബിൾ ആകാൻ വേണ്ടി നമ്മുടെ ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് സംസാരിക്കുന്നതും പലതും ക്യാമറയ്ക്ക് മുന്നിൽ രജിസ്റ്റർ ചെയ്ത് വേറൊരു രീതിയിലേക്ക് ആക്കുന്നു എന്ന കാര്യം കണ്ടസ്റ്റൻസ് ഒക്കെ പല രീതിയിൽ മനസ്സിലാക്കി തുടങ്ങുന്നു. അവരും ഇത് ചർച്ചകളാക്കാനൊക്കെ തുടങ്ങിയതോടുകൂടി പ്രേക്ഷകരും ഇത് നല്ല രീതിയിൽ ചർച്ചകളാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിൽ ചർച്ചകളാകുന്നുണ്ട്. പ്രേക്ഷകർക്കും ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജാക്കലിനൊക്കെ നല്ല രീതിയിലുള്ള വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരാഴ്ചത്തെ ഹോട്ട് സീറ്റിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജാക്കലിൻ, അതുപോലെ തന്നെ പവിത്ര, അരുൺ, മഞ്ജരി, ഈ ഒരു 4 പേരെ നമുക്ക് ഈ ഒരു ആഴ്ചയിലെ ഡേഞ്ചർ സോണിൽ നമുക്ക് പറയാൻ സാധിക്കും. അതിൽ അരുൺ, മഞ്ജരി എന്നിവരാണ് ഏറ്റവും പിറകിൽ. ഈ ഒരു അൺഒഫീഷ്യൽ ആണെന്നുണ്ടെങ്കിലും ഒഫീഷ്യൽ ആണെന്നുണ്ടെങ്കിലും പല വോട്ടിംഗ് ലിസ്റ്റുകളിലും തമിഴ് ഓഡിയൻസിന്റെ ട്രെൻഡ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പിറകിൽ ലീസ്റ്റ് വോട്ടിങ്ങിൽ നിൽക്കുന്ന 2 പേർ അരുൺ, മഞ്ജരി. അതുപോലെ തന്നെ പവിത്രയെ കൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ. ജാക്കലിന് ഒരു പരിധി വരെ ഈ ഒരാഴ്ച സേവ് ആകുമെന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം അത്രയ്ക്കും തീരെ ഡൗൺ ആകാനുള്ള സാധ്യതകളില്ല. ബട്ട് പവിത്ര, അരുൺ, മഞ്ജരി എന്നിവരുടെ കേസ് നല്ല രീതിയിലുള്ള റിസ്ക് ആണ്. അരുൺ, മഞ്ജരി എന്നിവർക്ക് നല്ല രീതിയിലുള്ള വോട്ട് കുറവുണ്ട്. അതുപോലെ പവിത്രയുടെ കാര്യം പറഞ്ഞാൽ ഒരു സേഫ് പ്ലേ ആണ്. പ്രത്യേകിച്ച് ഒരു ഗെയിമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു സേഫ് പ്ലേ കളിച്ച് ആണ് ഇതുവരെയും പോന്നിരുന്നത്. അപ്പൊ എന്തിനാണ് അവരെയൊക്കെ അവിടെ നിർത്തുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും തമിഴ് ഓഡിയൻസിന്റെ അവരുടെ ഒരു താല്പര്യം നമുക്കും അറിയത്തില്ല. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരെന്ന് പറയുക, ആരായിരിക്കും ഈ ഒരാഴ്ച പുറത്തേക്ക് പോകുന്നത്, നിങ്ങൾക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസ് ആരാണ് എന്നതൊക്കെ ഒന്ന് കമന്റിൽ അറിയിക്കുക. അപ്പം ഈ ഒരാഴ്ചത്തെ നിലവിലെ ഹോട്ട് സീറ്റ് കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് പവിത്ര, അരുൺ, മഞ്ജരി എന്നിവരെ പറയാം. മോസ്റ്റ് പ്രോബബ്ലി അരുൺ, മഞ്ജരി ഇവരിൽ ഒരാളായിരിക്കും പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ. പവിത്രയുടെ സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ലാസ്റ്റ് അവസാനം ഇന്ന്
ഇന്നത്തെ ദിവസത്തെ വോട്ടിംഗ് കൂടെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പം നാളെ ഞാൻ അതിനെക്കുറിച്ചൊരു പ്രോപ്പറായിട്ട് മറ്റൊരു അപ്ഡേറ്റ് പറയുന്നതായിരിക്കും. എന്തായാലും ഈ 3 പേർക്കായിരിക്കും സാധ്യതകൾ കൂടുതൽ. ഇനി ഫിസിക്കൽ ഒരു ഇഞ്ചുറിയുടെ കാര്യം പറഞ്ഞ് റാണവിനെ അവിടെ ബലിയേടാക്കി നിർത്തി ബിഗ് ബോസിന് താല്പര്യമുള്ള ഒരു കണ്ടസ്റ്റന്റിനെ അകത്തേക്കിട്ട് റാണവിനെ പുറത്താക്കുമെന്ന് അറിയത്തില്ല. എന്നാണെങ്കിൽ ഈ ഒരു അവസാന നിമിഷം അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ കരുതാം. റാണവിനെ കൂടി ഫൈനാലയിലേക്ക് എത്തിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്നത്തെ ഒരു ഫൈനൽ വോട്ടിങ്ങിന്റെ ഒരു റിസൾട്ടും കൂടെ അറിഞ്ഞതിന് ശേഷം കൂടുതൽ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആരായിരിക്കും പുറത്തേക്ക് പോകാൻ കൂടുതൽ സാധ്യതകൾ, അതുപോലെ തന്നെ എവിക്ഷൻ റിപ്പോർട്ടുകളൊക്കെ നാളെ നമുക്കൊരു ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഒരു ആഫ്റ്റർനൂൺ സെക്ഷനോട് കൂടി നമുക്ക് ഫസ്റ്റ് ഷൂട്ട് കഴിയുന്നതോടുകൂടി ഏകദേശം അറിയാൻ സാധിക്കും. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ എടുക്കണം.